ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളിൽ ഒന്നായിട്ടുള്ള ഡിങ് ഡോങ് കേക്കാണ് കേട്ടോ. കേക്കിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ, ഡിങ് ഡോങ് കേക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു കേക്കിനെ പറ്റി കേൾക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മറ്റൊരു ട്രെൻഡിങ് കേക്കായിട്ടുള്ള ഡിങ് ഡോങ് കേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വൈറ്റ് ക്രീമാണ് കേട്ടോ. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അതിനായിട്ട് അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 കപ്പ് നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി വേണം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു തവണയൊക്കെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനിഗറും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. വിനിഗറിന് പകരം നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പൊടിക്കാതെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് മെൽറ്റൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ പഞ്ചസാരയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ കോഫി വാട്ടർ, നല്ല ചൂടോടെയുള്ള കോഫി വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ബ്രൂ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പം ഞാൻ മുഴുവനോടെയാണല്ലോ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം പൊടിച്ചിട്ടെടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് നന്നായിട്ട് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒന്നിച്ച് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒന്നിച്ച് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മിക്സ് ആകാതെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടത്. ഇനി നമുക്ക് ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ പകുതി ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ബാക്കി പകുതി അടുത്ത ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ഇനി നമുക്ക് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് കൂടി ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കാം. ഒരു പാനിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുവാണ്. 250 ml കപ്പാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ദേ ഈ ഒരു മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് 110 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പളവിൽ പറയുകയാണെങ്കിൽ 1/2 കപ്പ് വരും. അപ്പം ബീറ്റ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഞാനിവിടെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബട്ടർ സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. അപ്പം ബട്ടർ നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം. പിന്നെ ബട്ടറിൻ്റെ ആ ഒരു യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒന്ന് ലൂസാവും, പക്ഷേ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും കേട്ടോ. നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല സ്റ്റിഫ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബീറ്റ് ചെയ്ത സമയത്തുണ്ടല്ലോ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ 2 കേക്കാണല്ലോ റെഡിയാക്കിയിരുന്നത്. അപ്പോൾ ഒരു കേക്ക് പ്ലേറ്റിന് മുകളിലേക്ക് ആദ്യം വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുവോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം മുഴുവനും നമ്മൾ ഈ ഒരു കേക്കിന് മുകളിലാക്കി കൊടുക്കുവാണേ. ഇപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ക്രീം ഒന്ന് കേക്കിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ലെവലായി കഴിഞ്ഞതിന് ശേഷം അടുത്ത സെറ്റ് ക്രീം മുകളിൽ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുണ്ട്, ആദ്യം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ബാക്കി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ മുഴുവനായിട്ടും അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം ഒന്നിച്ച് മുഴുവൻ ക്രീമും കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മുഴുവൻ ക്രീം ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മുടെ അടുത്ത കേക്ക് കൂടി അങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ക്രീമൊക്കെ ഒന്ന് ലെവൽ കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കേക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് കൂടി റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സഡ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. അതൊരു കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗനാഷ് വെച്ചിട്ട് നമ്മൾ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സൈഡിലൊന്നും ഐസിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് സൈഡിലേക്ക് വലിയ പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ മുഴുവനും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. മുഴുവനും ചോക്ലേറ്റ് ഒഴുകി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു കേക്കിൻ്റെ ഉൾഭാഗം കാണാനൊക്കെ നല്ല രസമാണ്. ഇനി ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രീം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ക്രീമിന് നല്ല ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇതുവരെ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ആദ്യമായിട്ട് നമ്മുടെ ഡിങ് ഡോങ് കേക്കിനെ പറ്റി കേൾക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ കേക്കാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ ഡിങ് ഡോങ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.